ഹലോ ഗൈസ്, വെൽക്കം ടു ടെക് മോൾസറി. ഒരു ചെറിയൊരു പരീക്ഷണമാണ്. ഞാൻ ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ വരാൻ പോകുന്നത്. വേറെ ഒന്നുമില്ല, ഒരു കുഞ്ഞു മൈക്രോഫോൺ. എന്നാൽ നമുക്കതൊന്ന് നോക്കിക്കളയാം അല്ലേ. Boya BY M1 എന്നൊരു ഇൻ്റർനാഷണൽ ലെവലിയർ മൈക്രോഫോണാണിത്. ഇതൊരു ഒമ്നി ഡയറക്ഷണൽ മൈക്രോഫോണാണ്. അതുപോലെ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഇത് അവൈലബിൾ ആണ്. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. ഏതാണ്ട് 872 രൂപയോളം ഞാൻ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു ബോക്സ് ഉണ്ട്. അതുപോലെ ഇതൊരു ബില്ലാണ്. എനിക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ലഭിച്ചൊരു ബില്ലാണിത്. അപ്പോൾ നമ്മൾ ആമസോൺ ആയാലും ഫ്ലിപ്കാർട്ടായാലും എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ മൈക്രോഫോണിനെ കുറിച്ച് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ കഴിയും. യൂസേഴ്സിൻ്റെയും എല്ലാ റിവ്യൂ വായിച്ചതിന് ശേഷം മാത്രം പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുക. ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കബളിപ്പിക്കപ്പെടാം. ഈ സെല്ലർ ചിലപ്പോൾ ആൾ പറ്റിച്ചെന്നൊക്കെ വരും. അതുകൊണ്ട് നോക്കിയതിന് ശേഷം മാത്രം പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുക. പിന്നെ നമ്മൾ ഈ മൈക്രോഫോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നമുക്ക് സ്മാർട്ട് ഫോൺസിലും അതുപോലെ പ്രൊഫഷണൽ ക്യാമറാസിലും ക്യാം കോഡേഴ്സിലും PCസിലും അതുപോലുള്ള ഓഡിയോ റെക്കോർഡിംഗ് ഡിവൈസിലെല്ലാം യൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇത് തുറന്നു നോക്കുകയാണെങ്കിൽ ഒരു വാറൻറ്റി കാർഡുണ്ട്. പിന്നെ അതുപോലെ ഒരു യൂസർ മാനുവലും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ യൂസർ മാനുവൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത് ഇംഗ്ലീഷിലാണ്. അതുപോലെ തന്നെ ഇതെങ്ങനെയെല്ലാം ഫിക്സ് ചെയ്യണം, അതുപോലെ ഓരോ ഡിവൈസിലും ഇതെങ്ങനെയെല്ലാം യൂസ് ചെയ്യണം എന്ന കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്. ഈ ക്യാരിയിങ് പൗച്ച് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിനകത്താണ് മൈക്രോഫോൺ, അതുപോലെ വേറെ പ്ലാസ്റ്റിക് കിറ്റ് കൂടിയുണ്ട്. അപ്പോൾ ഈ ക്യാരിയിങ് പൗച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു നല്ല ക്വാളിറ്റിയിലുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. നമ്മുടെ മൈക്രോഫോൺ എല്ലാം വയ്ക്കാൻ ഉതകുന്ന രീതിയിലുള്ളൊരു ക്യാരിയിങ് പൗച്ച് തന്നെയാണിത്. അപ്പം ഇതൊരു സിലിക്ക ജെല്ലാണ്. വാട്ടർ കണ്ടൻറ്റും മറ്റുമൊക്കെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള. പിന്നെ നമ്മുടെ മൈക്രോഫോൺ എടുത്ത് നോക്കുകയാണെങ്കിൽ കണ്ടില്ലേ, ഒരു ബ്ലാക്ക് കളേർഡ് മൈക്രോഫോണാണ്. ഇതാണ് നമ്മുടെ മൈക്രോഫോൺ. ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ 3.5mm ജാക്ക്. പിന്നെ മൈക്രോഫോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ല ലെങ്തുള്ള മൈക്രോഫോൺ തന്നെയാണ്. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ പിന്നെ ഇതിൻ്റെ ഈ ക്വാളിറ്റിയൊന്നും വളരെ മികച്ചതൊന്നുമില്ല. ഒരു ആവറേജ് ക്വാളിറ്റിയുള്ള വയറൊക്കെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ പ്ലാസ്റ്റിക് കിറ്റിനകത്ത് എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കിക്കളയാം. അപ്പോൾ ഈ പ്ലാസ്റ്റിക് കിറ്റിനകത്ത് ഒരു ഫോം വിൻസ്ക്രീൻ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഒരു അഡാപ്റ്റർ, പിന്നെ ബാറ്ററി, ഇത്രയും കാര്യങ്ങളാണ് കാണാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഈ ബാറ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതൊരു LR44 ഒരു ബാറ്ററിയാണ്. ഇതിൻ്റെ ഏതാണ്ട് ലൈഫ് എന്ന് പറയുന്നത് ഒരു 700 ഹവറോളം ഉണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ഫോം വിൻസ്ക്രീൻ. ഇത് നമ്മുടെ മൈക്രോഫോണുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഈ ഭാഗത്താണ് നമ്മൾ സംസാരിക്കുന്നത്. ഒരു ആവറേജ് ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ്. പിന്നെ ഇതാണ് നമ്മുടെ അഡാപ്റ്റർ. ചില ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇത് അനിവാര്യമായിരിക്കും. 3.5mm to 6.3mm അഡാപ്റ്റർ. പിന്നെ ഇതാണ് നമ്മുടെ ലാപ്പൽ ക്ലിപ്പ്. ഷർട്ടും അല്ലെങ്കിൽ നമ്മൾ ധരിച്ചിരിക്കുന്ന ക്ലോത്തുമായിട്ടൊക്കെ ഫിക്സ് ചെയ്യാൻ ഇത് യൂസ് ചെയ്യുന്നു. പിന്നെ എല്ലാ ലാപ്പൽ ക്ലിപ്പും അതുതന്നെ ഫോം വിൻസ്ക്രീനും എല്ലാം നമ്മുടെ മൈക്രോഫോണുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഏതാണ്ട് ഇതുപോലെ ഇരിക്കും. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത്രയും ഇതുവരെ തുറക്കാൻ കഴിയുന്നുണ്ട് ലാപ്പൽ ക്ലിപ്പ്. നമ്മുടെ ഒരുവിധ ഡ്രസ്സിലും നമുക്കിത് കണക്ട് ചെയ്യാം. ഈ കാണുന്ന ക്യാപ്സ്യൂളിലാണ് നമ്മുടെ ക്യാമറ സെറ്റിംഗ് എല്ലാം തന്നെ നമ്മൾ ചെയ്യുന്നത്. പിന്നെ കണ്ടില്ലേ, ഈ ഒരു ക്ലിപ്പ് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ക്ലോത്തുമായിട്ടോ മറ്റോ കണക്ട് ചെയ്യാൻ കഴിയും. പിന്നെ പറയുകയാണെങ്കിൽ ഇവിടെ ഈ ഒരു സ്വിച്ച് കാണാൻ കഴിയും. അതിൽ നമുക്ക് ക്യാമറയിൽ തന്നിട്ടുണ്ട് ഓഫ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ. അപ്പോൾ ക്യാമറയിലൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ക്യാമറ മറ്റു ഡിവൈസുകളൊക്കെ യൂസ് ചെയ്യാം. സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യണമെങ്കിൽ അത് ഓഫ് ചെയ്താൽ മതി. കാരണം എന്ന് വെച്ചാൽ കണ്ടില്ലേ, ഇവിടെ ഒരു ഗ്രിപ്പൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇത് തുറക്കാനായിട്ട്. ഇത് തുറക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് എന്താ പറയുക, നമ്മുടെ ബാറ്ററി ഇടാൻ തരത്തിൽ നമ്മുടെ LR44 ബാറ്ററി ഇടാൻ ടൈപ്പ് ഒരു പോർട്ട് കാണാൻ കഴിയും. കണ്ടില്ലേ, ഈ പോർട്ടിലാണ് നമ്മൾ ഈ ബാറ്ററി ഇടുന്നത്. അപ്പോൾ ഇത് ഇടുന്നതിന് മുമ്പായി ഇതിൻ്റെ ടെർമിനൽസ് നോക്കിയതിന് ശേഷം മാത്രം ഇടുക. അതായത് ഇതിൻ്റെയും ടെർമിനൽസ് നോക്കുക, അതുപോലെ ബാറ്ററിയുടെയും ടെർമിനൽസ് നോക്കുക, എന്നിട്ട് ഇടുക. ഈ ബാറ്ററി നമ്മൾ ഇടുന്നത് ക്യാമറ പോലുള്ള ചില ഡിവൈസുകൾക്ക് പവർ അനിവാര്യമാണ്. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ബാറ്ററി ഇടുന്നത്. ഇത് ഏതാണ്ട് 700 ഹവറോളം എന്താ പറയുക ബാറ്ററി ലൈഫുള്ളൊരു ബാറ്ററിയാണ്. പിന്നെ പറയുകയാണെങ്കിൽ ഈ ഞാൻ പറഞ്ഞില്ലേ ഓഫ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ എന്ന് വെച്ചാൽ അവിടെ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. പിന്നെ നമ്മൾ ഈ വയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ ഉണ്ട്. പിന്നെ ഇതിനൊരു ടോയിനൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കെട്ടിപ്പോഞ്ഞ് വയ്ക്കുന്നതിനെ. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇത് തുറന്നപ്പോൾ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രോസ് പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ്, നല്ല നീളമുള്ള വയറാണ്. അതുകൊണ്ട് നമുക്ക് ക്യാമറ വളരെ ദൂരം ഫിക്സ് ചെയ്തുകൊണ്ട് തന്നെ സംഭവങ്ങളുടെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറയാൻ പറ്റും.
അതുപോലെ തന്നെ ഇതിന്റെ ബാറ്ററി എന്ന് പറഞ്ഞാൽ എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ ഈ DSLR ഉപയോഗിക്കുന്നതിന് വേണ്ടി നമ്മളൊരു ബാറ്ററി ഇടേണ്ടതുണ്ട്. ആ ബാറ്ററി എടുക്കണമെങ്കിൽ 700 അവർ വരെ അതിൽ ചാർജ് നിൽക്കുന്നുണ്ട്. ഇതിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരന് അഫോർഡ് ചെയ്യാൻ കഴിയുന്നത് തന്നെയാണ്. വളരെയധികം പൈസയൊന്നും നമുക്ക് ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടില്ല. ഇനി കോൺസ്, ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി അത്ര മികച്ചതൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ ഇതിന്റെ വയർ എന്ന് വെച്ചാൽ നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഇന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം ഇത് എന്താ കാലപ്പഴക്കം ചിലപ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതിനൊക്കെ തന്നെ എക്സ്ട്രാ കോട്ടിങ് യാതൊന്നും തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞു ഈ യൂട്യൂബ് ബ്ലോഗേഴ്സിനും മറ്റുമൊക്കെ ഇത് വളരെ എന്താ പറയുക അത്ര ഉപകാരപ്രദമായിട്ട് തോന്നത്തില്ല. കാരണം അവർ ഈ ക്യാമറയും പിടിച്ചുകൊണ്ട് ഓടുകയും ചാടുകയൊക്കെ ചെയ്യുന്നവരാണ്. അപ്പൊ ഇതിന്റെ ഈ ലെങ്ത് അവർക്ക് ഒരു ബുദ്ധിമുട്ടായി നേരിടേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത് പൊട്ടിച്ച് ഉപയോഗിച്ചതെന്ന് എനിക്ക് ഇത്രയും കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത് നിങ്ങൾക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ബൈ ഫോർ നൗ.